ഇതിലേക്ക് നല്ലോണം വെയിലത്ത് ഉണക്കിയ മല്ലി നമ്മളിതാ ഇട്ട് വെക്കണം. വീട്ടിൽ തന്നെ എങ്ങനെ പൊടിക്കാന്നുള്ളതാണ്. നല്ല ഹൈജീനിക് ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് മല്ലി പൊടിച്ചെടുക്കാന്നുള്ളതാണ്. വറുത്ത് പൊടിച്ച മല്ലിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് ഏകദേശം ചൂടായി ഒരു മിനിറ്റൊക്കെ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകളെല്ലാം ചേർത്തി കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടിയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും നമുക്ക്. പിന്നെ ഉലുവ ആവശ്യത്തിന്, ഉലുവ കൂടണ്ട, അപ്പം ചിലപ്പം പൊടി പിന്നെ കയ്പുണ്ടാവും. പിന്നെ വലിയ ജീരകം, പിന്നെ നമ്മൾ നല്ല ക്രിസ്പി ആകുന്നത് വരെ വറുക്കുക. അപ്പോൾ കറിവേപ്പിലൊക്കെ നല്ലോണം ഉണങ്ങി പിന്നെ ക്രിസ്പി ആവും, അതുവരെ ആണ് ഇതിൻ്റെ. അപ്പോൾ നമ്മളെ മല്ലിയും ഏകദേശം പാകമായിട്ടുണ്ടാവും. അപ്പം നല്ല ടേസ്റ്റുള്ള മല്ലിപ്പൊടി നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് തന്നെ മില്ലിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇറച്ചിക്കറി, മീൻകറി, എല്ലാ കറികൾക്കും, നല്ല മട്ടൻ, ബീഫ്, ചിക്കന്, പിന്നെ മീൻകറി എല്ലാത്തിൽക്കും പറ്റുന്ന മസാലയാണ്. മല്ലി ഏകദേശം ഇറക്കാനായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവത്തിലായാൽ മതി. എല്ലാം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വായിലിട്ട പൊട്ടുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇറക്കാം. അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചാൽ മതി.